ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷം? Hey, good എല്ലാവർക്കും morning. ഇന്നത്തെ മോർണിംഗ് സർക്കിളിലേക്ക് സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സിംഗിൾ ടാസ്കിങ് ദ സൂപ്പർ പവർ അല്ലേ? നമ്മളെല്ലാം ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ, വർക്ക് പ്ലേസിലാണെങ്കിലും വീടുകളിലൊക്കെ ആണെങ്കിലും മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണ് അല്ലേ? പലതരം മൾട്ടി ടാസ്കിങ് നമ്മൾ ചെയ്യും. ആർക്കെങ്കിലും ഒന്ന് പറയാമോ സാധാരണ ചെയ്തു വരുന്ന, പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് മൾട്ടി ടാസ്കിങ്, അതായത് രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന? ക്ലാസ് കേൾക്കാൻ ചെയ്യുന്നുണ്ട്, വണ്ടി ഓടിക്കാൻ ചെയ്യുന്നുണ്ട്. ഞാനത് അൻസാർ സാറിന് എനിക്ക് ഓർമ്മ വന്നു പെട്ടെന്ന് സാറിനെ പറ്റി ഓർത്തപ്പോൾ. നമ്മളെ ഇന്നത്തെ ടോപ്പിക്കിൽ അത് വരുന്നുണ്ട്, ആ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് മൾട്ടി ടാസ്കിങ്. സാറ് പറഞ്ഞ പോലെ ക്ലാസ് കേൾക്കുക, അതോടൊപ്പം വാഹനം ഓടിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് എഫിഷ്യൻ്റ് ആണോ? നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യുക? അപ്പോൾ ഇന്ന് നമുക്കതൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അബ്ദുൾ റൌഫ്. ഞാനൊരു IT പ്രൊഫഷണലാണ്. കുറച്ച് കാലങ്ങളായിട്ട് സൈക്കോളജി പഠിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ മോർണിംഗ് സർക്കിളിൽ ട്രെയിനിങ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് ആദ്യം ആയിട്ട് നമുക്കൊരു ആക്ടിവിറ്റി വെച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഗ്രൂപ്പിൽ എല്ലാവരും ഒരു പേനയും പേപ്പറേയും കയ്യിൽ കരുതണമെന്ന്. അപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ അല്ലേ പേനയും പേപ്പറും? അപ്പം പേപ്പർ എടുത്ത് ഒന്ന് ഓക്കെ, അൺമ്യൂട്ട് ആക്കണം എന്നില്ല, ഇതിൽ ചാറ്റിൽ പറഞ്ഞാലും മതി. അപ്പം ആദ്യം പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ലൈനിൽ 5 ആനിമൽസിൻ്റെ പേര് എഴുതുക. അത് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒരു ആനിമൽ ഹൈഫൺ, രണ്ടാമത്തെ ആനിമൽ ഹൈഫൺ, മൂന്നാമത്തെ, അങ്ങനെ 5 ആനിമൽസിൻ്റെ പേരൊന്ന് എഴുതുക. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ എഴുതിയാൽ മതി. എഴുതി കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പറയണേ. കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ 5 വാഹനങ്ങളുടെ പേര് എഴുതാം. ഇതേ ഫോർമാറ്റിൽ തന്നെ. ഇപ്പോൾ കാറ് ഹൈഫൺ ജീപ്പ് അങ്ങനെ. ഇനി നമുക്കിതൊന്ന് ഒരുമിച്ച് എഴുതി നോക്കിയാലോ? അതായത് വലത് കൈ കൊണ്ട് ആനിമലും ഇടത് കൈ കൊണ്ട് വാഹനത്തിന്റെ പേരും. അങ്ങനെ എഴുതാൻ അറിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആ കഴിവുള്ള? ഇല്ല അല്ലേ? നമ്മളൊന്നും അമാനുഷികരല്ലാത്തത് കൊണ്ട് തൽക്കാലം നമുക്ക് ആദ്യം ആനിമലിന്റെ പേര്. ഓക്കെ, അത് അടുത്ത പേജിൽ എഴുതണേ, സെയിം പേജിൽ എഴുതരുത്. എഴുതിയത് നോക്കി എഴുതാനും പാടില്ല. ആദ്യം ആനിമലിന്റെ പേര്, ആദ്യത്തെ ആനിമലിന്റെ പേര് ഹൈഫൺ ആദ്യത്തെ വാഹനത്തിന്റെ പേര്, പിന്നീട് രണ്ടാമത്തെ ആനിമൽ രണ്ടാമത്തെ വാഹനം. ഇനി അങ്ങനെ ഒന്ന് എഴുതി നോക്കൂ. അതായത് ആന, ജീപ്പ്, മുയൽ, അങ്ങനെ. ആരെങ്കിലും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞു. അപ്പൊ അത് ആദ്യ 2 തവണ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയപ്പോഴും മൂന്നാമത് എഴുതിയതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമുക്ക് കുറച്ചധികം ചിന്തിക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ആ, ഒരു കുറച്ചൊരു ഡിസ്കംഫർട്ട് ഉണ്ട് അല്ലേ? നമ്മൾക്ക് Yes, ടൈം ഒന്ന് മീൻസ് അന്ന് റീതിങ്ക് ചെയ്തൊരു ടൈം എടുത്തിട്ടാണ് അതെ, നമ്മൾ റീതിങ്ക് ചെയ്യേണ്ടി വരും. അത് തന്നെയാണ് നമ്മൾ ഈ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പൊ നമുക്കൊരു ആക്ടിവിറ്റിയും കൂടെ ചെയ്യാം. ഓക്കെ, എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണമെന്നില്ല, പക്ഷെ ഉറക്കെ പറയണം. 1 മുതൽ 10 വരെ കൗണ്ട് ചെയ്യണം. മ്യൂട്ട് ആക്കിയിട്ട് പറഞ്ഞാൽ മതി, പക്ഷെ സൗണ്ട് പുറത്ത് വരണം. 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ബുക്കിനകത്ത് നിങ്ങളിപ്പോൾ എഴുതിയ പേജിന്റെ താഴെ A മുതൽ J വരെ എഴുതണം.
അതായത് A-B-C- അങ്ങനെ J വരെ. എളുപ്പമാണല്ലേ രണ്ടും? ഇനി നമുക്കിതൊന്ന് ഒരുമിച്ച് ചെയ്ത് നോക്കിയാലോ? അതായത് 1 മുതൽ 10 വരെ ഉറക്കെ കൗണ്ട് ചെയ്യുക, അതോടൊപ്പം ബുക്കിൽ A മുതൽ J വരെ എഴുതുകയും ചെയ്യുക. 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ. അപ്പൊ ഈ സമയത്ത് Done. നിങ്ങളുടെ ഫോക്കസ് എങ്ങോട്ടാ പോകുന്നത്? എഴുതുന്നതിലാണോ അതോ പറയുന്നതിലാണോ? അതോ രണ്ടിടത്തും ഇല്ലേ? രണ്ടിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതെ, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം. ഒന്നിൽ കൂടുതൽ ടാസ്കുകൾ ഒരേ സമയം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ട്, അത് കാരണം നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു. നമുക്കൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന എഫിഷ്യൻസി കിട്ടുന്നില്ല അല്ലേ? നമ്മൾ എഴുതിയത് തെറ്റിപ്പോവും ചിലപ്പോഴൊക്കെ, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ലിഫ്ന മാം പറഞ്ഞ പോലെ കുറച്ചധികം സമയം നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നു. അപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ വിചാരിക്കുക ഇത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടുകയാണ്, കാരണം രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സമയം ലാഭമാണല്ലോ. പക്ഷേ വാസ്തവത്തിൽ സംഭവിക്കുന്നത് അതല്ല എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ രണ്ട് ആക്ടിവിറ്റിയിലൂടെ മനസ്സിലാക്കിയത്. അപ്പൊ നമുക്കിനി നമ്മൾ സാധാരണ ചെയ്യുന്ന, നമ്മൾ വീട്ടുകളിലും ഓഫീസുകളിലൊക്കെ ചെയ്യുന്ന മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത്, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച്, പുരുഷന്മാരെ സംബന്ധിച്ചും കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് സുഹൃത്തുക്കളുമായിട്ട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാം. അപ്പം നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടാവും, അതേസമയം ചാറ്റുകൾക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അങ്ങനെ വരുന്ന പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഒരു മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചിലപ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടി വരും, എന്തായിരുന്നു മുമ്പ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന്. കാരണം നമ്മളെ ശ്രദ്ധ കുറച്ച് സമയം കുക്കിങ്ങിലേക്ക് പോയല്ലോ. അതുപോലെ ഒരു ഓഫീസിലൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ ബ്രൗസ് ചെയ്യുന്നു. അപ്പൊ അത്തരം സമയങ്ങളിൽ പെട്ടെന്ന് ഇപ്പൊ നമ്മളോട് ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റണമെന്നില്ല, കാരണം നമ്മളെ ഫോക്കസ് സോഷ്യൽ മീഡിയയിലാണ്. പിന്നെ നമ്മൾ ഈ കുട്ടികൾ നമ്മളോട് സംസാരിക്കുമ്പം അവരുടെ സ്കൂളിലെ വിശേഷങ്ങൾ പറയാം, അവരുടെ ആവശ്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പം തലേ ദിവസത്തെ ചെയ്തൊരു കാര്യത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ നാളെ ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും, വീട്ടിൽ എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ആണെങ്കിൽ അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ മുഴുവൻ ശ്രദ്ധ കുട്ടികൾക്ക് കൊടുക്കില്ല. അപ്പൊ അവരോട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാൻ പറയും അല്ലേ? പറഞ്ഞത് കേട്ടില്ല, ഒന്നുകൂടെ പറയേ, ഉറക്കെ പറയേ. ചിലപ്പോഴൊക്കെ നമ്മൾ അവരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. ഇത് ഒരു തരം മൾട്ടി ടാസ്കിങ് ആണ്. പിന്നെയുള്ളതാണ് വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് TV കാണുക, അതല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക. അങ്ങനെ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടോ? നമ്മളൊരു 15 പ്രാവശ്യം വായിച്ചാലും ആ വായിച്ച ഭാഗങ്ങളൊന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല, കാരണം നമ്മുടെ ഫുൾ അറ്റൻഷൻ അങ്ങോട്ടില്ല. ഇതും മറ്റൊരു തരത്തിലുള്ള മൾട്ടി ടാസ്കിങ് ആണ്. ഇങ്ങനെ ഒരുപാട് തരം മൾട്ടി ടാസ്കിങ് ഉണ്ട്. ഇതിനെ നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന് വിളിക്കുമെങ്കിലും സത്യത്തിൽ ഇത് മൾട്ടി ടാസ്കിങ് അല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യാനായിട്ടാണ്. രണ്ട് കാര്യം ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സംഭവിക്കുന്നത്, നമ്മൾ സിംഗിൾ ടാസ്ക് ആണ് ചെയ്യുന്നത്, പക്ഷേ ടാസ്കുകൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് നമ്മൾ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ മൊബൈലിൽ നോക്കുന്നു, കുക്കിങ്ങിലേക്ക് ശ്രദ്ധ പോകുന്നു, വീണ്ടും മൊബൈലിൽ നോക്കുന്നു, വീണ്ടും കുക്കിങ്ങിലേക്ക് ശ്രദ്ധ പോകുന്നു. അപ്പം അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഓരോ ടാസ്കുകൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ബ്രെയിനിന് നമ്മൾ മുമ്പ് ചെയ്തിരുന്ന അതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം ഒന്ന് റീകോൾ ചെയ്യേണ്ടി വരും, ഒന്ന് ചിന്തിക്കേണ്ടി വരും. നമ്മളിപ്പോൾ മൊബൈലിൽ എന്ത് മെസ്സേജാണ് റീഡ് ചെയ്തത്, അതല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ എന്താണ് നമ്മൾ അവസാനം പഠിച്ചത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രെയിനിന് വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടി വരുന്നത് കൊണ്ട് ബ്രെയിനിൻ്റെ എനർജി കുറയും. ബ്രെയിൻ കുറച്ച് കഴിയുമ്പോൾ ഡ്രെയിൻഡ് ഔട്ടായിട്ട് മാറും. അങ്ങനെ നമ്മൾ ഫൈനലി അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മൾ ഡേ ഫുള്ള് ബിസി ആയിരുന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ 3-4 മണിക്കൂർ ഇരുന്ന് പഠിച്ചു കാണും, പക്ഷേ പഠിച്ചത് ഓർമ്മയുണ്ടാവില്ല. നമ്മൾ ആകെ ഒരു മടുപ്പ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മൾട്ടി ടാസ്കിങ്, അതായത് പല ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യുന്നത് എഫിഷ്യൻ്റ് ആണ്, പ്രൊഡക്റ്റീവ് ആണ്, ടൈം ലാഭിക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നുമെങ്കിലും വാസ്തവത്തിൽ സംഭവിക്കുന്നത് അതിൻ്റെ നേരെ തിരിച്ചാണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പം ഇത്
നമുക്കൊന്ന് ശാസ്ത്രീയമായിട്ട് നോക്കാം എങ്ങനെയാണ് ഈ ഡ്രെയിനായിട്ട് ആയി മാറുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞ ടാസ്ക് സ്വിച്ചിങ് കോസ്റ്റ്, അതായത് ഒരു ടാസ്കിൽ നിന്ന് വേറൊരു ടാസ്കിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് ബ്രെയിനിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്തതും രണ്ടാമത് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ ബ്രെയിനിനെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതിനായിട്ട് കുറച്ച് എനർജി ആവശ്യമുണ്ട്. അതിനെയാണ് നമ്മൾ ടാസ്ക് സ്വിച്ചിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സത്യത്തിൽ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട എനർജിയാണ് ഈ ടാസ്കിനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതാണ് ആക്യുറസി. അൻസാർ സാർ പറഞ്ഞ എന്ത് വിഷയത്തിലേക്ക് പറ്റി? വരും. ഓക്കെ, ആക്യുറസി അല്ലേ? ഡ്രൈവിങ്ങിനിടയിൽ ക്ലാസ് കേൾക്കുന്നു അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മുടെ ശ്രദ്ധ കൂടുതലും എങ്ങോട്ടായിരിക്കും? ഒന്നുകിൽ മൊബൈൽ ഫോണിലേക്കായിരിക്കും അല്ലെങ്കിൽ ക്ലാസ്സിലേക്കായിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് ഡ്രൈവിംഗ് എന്ന് പറയുന്ന നമുക്ക് സ്കില്ല് ആവശ്യമുള്ള കാര്യത്തിലേക്കുള്ള ഫോക്കസ് കുറയുന്നു. ക്ലാസ് കേൾക്കാൻ നമുക്ക് അധികം സ്കില്ല് വേണ്ട, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സ്കില്ല് വേണ്ട. പക്ഷേ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് സ്കില്ല് വേണ്ട ഒരു ടാസ്ക്കാണ്. അപ്പം നമ്മുടെ ഫോക്കസ് സ്കില്ല് വേണ്ടാത്ത ടാസ്കിലേക്ക് മാറുമ്പം സ്കില്ല് വേണ്ട ടാസ്കിൻ്റെ ആക്യുറസി കുറയുകയും ഡ്രൈവിംഗ് ആണെങ്കിൽ നമ്മൾ അപകടത്തിൽ പോയി പെടാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ റീഡിങ്. പഠിക്കുന്ന സമയത്ത് ടി വി കാണാൻ പാടില്ല. കാരണം നമുക്ക് സ്കില്ല് വേണ്ടത് പഠിക്കാനാണ്. ടി വി കാണാൻ നമുക്കൊരു സ്കില്ല് ആവശ്യമില്ല, വെറുതെ കേട്ടിരുന്നാൽ മതി. പക്ഷേ നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് പഠനത്തിൽ നിന്നല്ല, ടി വി കാണുന്നതിൽ നിന്നാണ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഫോക്കസ് കൂടുതൽ അങ്ങോട്ട് പോകുന്നതോടുകൂടെ സ്കില്ല് വേണ്ട കാര്യത്തിലേക്ക് ഫോക്കസ് കുറയുകയും അതിൻ്റെ എഫിഷ്യൻസി കുറയുകയും ചെയ്യും. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഫ്ലോ ആൻഡ് മൊമെൻറ്റം. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യം നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മൾ തുടക്കത്തിൽ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പതിയെ പോയി പിന്നീടാണ് അതൊരു സ്പീഡിലേക്ക് വരുന്നത്, അല്ലേ? പഠനമാണെങ്കിലും നമ്മൾ ആദ്യത്തെ 1-2 പേജ് കുറച്ച് സമയം എടുത്തിട്ടാണ് പഠിക്കുക. പക്ഷെ മൂന്നാമത്തെ പേജൊക്കെ എത്തുമ്പോൾ നല്ല സ്പീഡിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് എന്ത് സംഗതിയും. ഇപ്പോൾ ഓഫീസിലൊരു ജോലിയാണെങ്കിലും ചിന്തിക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണ്, അല്ലേ? ചിന്തിക്കാൻ ഒരു ബിഗിനിങ്ങിന് കുറച്ച് സമയം എടുക്കും, പക്ഷെ പിന്നീട് നമുക്ക് ഇങ്ങനെ ഐഡിയാസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫ്ലോ അത് കഴിഞ്ഞ് കുറച്ച് സമയം ഫ്ലോയിലായിരിക്കും, പിന്നീടാണ് നമുക്ക് ആ മൊമെൻറ്റം കിട്ടുന്നത്. നമ്മൾ ഈ ടാസ്കുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് കുറച്ച് സമയം ഫ്ലോയിലെത്തി മൊമെൻറ്റത്തിലേക്ക് എത്താൻ തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റുന്നത്. അപ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? നമ്മൾ വീണ്ടും ആ ശ്രദ്ധ അവിടുന്ന് മാറി തിരിച്ചും നമ്മൾ തുടങ്ങി വെച്ചിടത്തേക്ക് എത്തുമ്പോൾ നമുക്ക് വീണ്ടും ഫ്ലോയിലിൻ്റെ തുടക്കത്തിലേക്ക് എത്തും. അപ്പം നമ്മൾ ഒരിക്കലും മൊമെൻറ്റത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. നമുക്കൊരിക്കലും ആ ഒരു ആക്ടിവിറ്റിയുടെ പീക്കിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എഫിഷ്യൻസിയും നമ്മൾ സമയം എടുക്കുന്നത് കൂടുകയും ചെയ്യും, എഫിഷ്യൻസി കുറയുകയും ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ എനർജി വേസ്റ്റ്, ഒരുപാട് ഊർജം ആവശ്യമാണ് ഈ ടാസ്ക് സ്വിച്ചിങ്. ഇതൊരു സ്വിച്ച് ഇട്ടാൽ മാറുന്ന പോലത്തെ എഞ്ചിനല്ല നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുകയാണ്, അത് ഉടനെ നമുക്ക് വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. നമുക്ക് ആദ്യം നേരത്തെ ചിന്തിച്ചു കൊണ്ടിരുന്ന കാര്യത്തിനെ കുറിച്ചൊന്ന് മറന്ന് പുതിയതായിട്ട് ചിന്തിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്ന് ഓർത്ത് വരണം. റീകോൾ ചെയ്യാന്ന് പറയും. അപ്പോൾ ഈ റീകോളിങ്ങിനായിട്ട് ഒരുപാട് എനർജി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസം മുഴുവൻ ഇതുപോലെ മൾട്ടി ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻഡ് ആയിട്ട് മാറും. എന്നാൽ നമുക്ക് കാര്യമായ റിസൾട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ലാസ്റ്റ് വണ്ണാണ് റെഡ്യൂസ്ഡ് മെമ്മറി. നമ്മൾ ആദ്യമൊക്കെ മൊബൈൽ ഫോണിൻ്റെ കൂടെ പഠനത്തിൻ്റെ കൂടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കും. അത് പിന്നെ അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് തുടങ്ങി. പിന്നീട് നമുക്ക് കയ്യിൽ ഫോൺ ഇല്ലെങ്കിലും പഠിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കാരണം നമ്മുടെ ബ്രെയിന് വേറെ എങ്ങോട്ടൊക്കെ പോവുകയാണ്. ബ്രെയിൻ ഇങ്ങനെ വാണ്ടറിങ് ചെയ്യാണ്, അല്ലേ? ആ ഒരു സമയത്ത് ബ്രെയിന് ചിന്തിക്കുന്നത് ഫോണിൽ കണ്ട റീലിനെ കുറിച്ചും സിനിമയെക്കുറിച്ചൊക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മറി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മൾട്ടി ടാസ്കിങ്, പ്രത്യേകിച്ചും സ്കില്ല് ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്താൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, 1 സ്ക്രീൻ അറ്റ് എ ടൈം. അതായത് ഒന്നുകിൽ മൊബൈൽ ഫോൺ കാണുക, അല്ലെങ്കിൽ ടി വി കാണുക, അല്ലെങ്കിൽ ഗെയിം കാണുക. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യരുത് ഒരിക്കലും. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ ഒന്നാമത്തെ കാര്യം നമുക്ക് എവിടെയും ശ്രദ്ധയുണ്ടാവില്ല. രണ്ടാമത്തത് നമ്മുടെ ഫോക്കസ് അല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവർ കുറഞ്ഞു വരും. രണ്ടാമത് 1 ടാസ്ക് അറ്റ് എ ടൈം. സ്കില്ല് ആവശ്യമുള്ള, നല്ലപോലെ ചിന്ത ആവശ്യമുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു കാര്യം ഒരു സമയം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ 2 ടാസ്ക് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക.
അപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് മൾട്ടി ടാസ്കിങ് ചെയ്താലുള്ള പ്രശ്നങ്ങളാണ്. ഇനി മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പാടുണ്ടോ, അതല്ലെങ്കിൽ ചെയ്യുന്നത് കൊണ്ട് ദോഷമില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ എല്ലാ കാര്യവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മൾട്ടി ടാസ്കിങ് അല്ലാതെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സമയം വളരെ കുറവാണ് അല്ലേ. ഉള്ള സമയത്ത് വേണം നമുക്ക് എല്ലാം മാനേജ് ചെയ്യാനായിട്ട്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ പറയും. ഒന്ന്, ഒട്ടും റിലേറ്റഡ് അല്ലാത്ത 2 കാര്യങ്ങൾ. നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പാട്ട് കേട്ട് വിചാരിച്ച് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കാരണം പാട്ട് കേൾക്കുക എന്ന് പറയുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫോക്കസ് ഒന്നും ആവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പം ജിമ്മ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ എക്സസൈസ് ചെയ്യുന്ന സമയത്തോ നമ്മുടെ ലോണ്ടറി തുണികളൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് പാട്ട് കേട്ട് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നമില്ല. കുക്കിങ്ങിന്റെ സമയത്ത് നമ്മളെ വീട്ടിലുള്ള മറ്റൊരാളുമായിട്ട് നമ്മളൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു സംസാരം, കാരണം നമ്മൾ അതിനൊന്നും ഫോക്കസ് കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഫിഷ്യൻസി കുറയാനോ പ്രൊഡക്ടിവിറ്റി കുറയാനോ പോകുന്നില്ല. രണ്ടാമത്തേത്, ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് വഴി നമുക്കതൊരു അങ്ങ് തറവായിട്ടുണ്ടാവും അല്ലേ. നമ്മൾ എല്ലാ ദിവസവും റിപ്പീറ്റഡ് ആയി ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഭയങ്കര തറവായിരിക്കും. അത്തരം കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ മറ്റ് ടാസ്കുകളുടെ കൂടെ ക്ലബ്ബ് ചെയ്യാം, അതിൽ പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ആ എക്സ്പീരിയൻസ് ആവണമെന്ന് മാത്രം. അതായത് ബ്രെയിനിൽ അങ്ങ് അത് സെറ്റായി പോയിട്ടുണ്ടാവും, പിന്നെ വലിയൊരു ഫോക്കസ് ഒന്നും അതിന് ആവശ്യം ഉണ്ടാവില്ല. അതിപ്പം നമ്മളെ വീട്ടിലെ ചെയ്യുന്ന ചില ജോലികൾ അല്ലെങ്കിൽ ഓഫീസിൽ ചെയ്യുന്ന ജോലികളൊക്കെ അങ്ങനെയുണ്ടാവും. മൂന്നാമതായിട്ട് പറയാനുള്ളത്, ചില വ്യക്തികൾക്ക് IQ ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും അല്ലേ. അങ്ങനെയുള്ള വ്യക്തികൾക്കും മൾട്ടി ടാസ്കിങ് ചെയ്തതുകൊണ്ട് പ്രശ്നമില്ല. കാരണം അവർക്ക് ഭയങ്കര മൈൻഡ് പവർ ആയിരിക്കും. അവരുടെ ബ്രെയിനിന്റെ പ്രോസസ്സിംഗ് സ്പീഡ് സാധാരണ മനുഷ്യരെക്കാൾ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ ഈ ടാസ്ക് സ്വിച്ച് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ ദിവസം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എഫിഷ്യൻസി കിട്ടുകയാണോ, അതോ വൈകുന്നേരം ആകുമ്പോൾ ദിവസം മുഴുവൻ നമ്മൾ ബിസി ആയിരുന്നു എന്നാൽ പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണോ നമ്മൾ എത്തിച്ചേരുന്നത് എന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മൾട്ടി ടാസ്ക് ചെയ്യുന്നത്, അതിൽ ഏതൊക്കെയാണ് സിംഗിൾ ടാസ്ക് ആയിട്ട് മാറ്റേണ്ടത്. അതായത് സീക്വൻഷ്യലായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു ആക്ടിവിറ്റി, അത് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് ബ്രേക്ക്, പിന്നെ രണ്ടാമത്തെ ആക്ടിവിറ്റി, ഇങ്ങനെ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഒരു ദിവസം ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ദിവസത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ. ഈ 24 മണിക്കൂറിനിടയ്ക്ക് നമുക്ക് എല്ലാ ജോലിയും ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടാസ്കുകളെ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റികളെ ഓർഗനൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. സജിന മാം ഒന്ന് കോ-ഹോസ്റ്റ് ആക്കാവോ? സ്ക്രീൻ കാണാലോ അല്ലേ? കാണാം. ഓക്കെ. Yes, sir. ഓക്കെ. ഒരു ഓർഗനൈസ് ടാസ്ക് എന്ന് പറയുന്ന ഒരു ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാം. 1, 2, 3, ഓക്കെ. 4 ഒക്കെ എഴുതി. അതെ അതെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് ടാസ്കിനെയും നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് വെച്ച് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത്തേതാണ് ക്രിട്ടിക്കാലിറ്റി എന്ന് പറയും. അതായത് ചില കാര്യങ്ങൾ നമ്മൾ മാത്രമേ ചെയ്താൽ ശരിയാവുള്ളൂ, നമുക്കതൊരു വേറൊരു വ്യക്തി ഏൽപ്പിക്കാൻ പറ്റില്ല. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കാലിറ്റി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്രിട്ടിക്കാലിറ്റി അല്ലേ, ലെഫ്റ്റ് സൈഡിൽ. അതുപോലെയാണ് അർജൻസി. എത്രത്തോളം അർജന്റ് ആണ്, അതായത് ഇന്ന് വേണോ, നാളെ വേണോ, ഒരാഴ്ച കഴിഞ്ഞിട്ട് മതിയോ, അങ്ങനെയുള്ള അതാണ് രണ്ടാമത്തെ ഫാക്ടർ. ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ മൊത്തം ടാസ്കുകളെ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് ക്രിട്ടിക്കലുമാണ് അർജന്റുമാണ്. ഉദാഹരണത്തിന് ഇന്ന് ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കണം വീട്ടിൽ, അത് രണ്ടും ക്രിട്ടിക്കലുമാണ് അർജന്റ് ആണ് അല്ലേ. ഭക്ഷണം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഉച്ചക്ക് മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണം, നാളത്തേക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ടാസ്കുകളെ നമ്മൾ എപ്പോഴും ഡു നൗ, അതുടനെ അങ്ങ് ചെയ്തേക്കുക. അതിനെപ്പറ്റി പിന്നെ കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കരുത്. നമ്മളെ പഠനം പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ സമയം ചിലപ്പോഴൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചെടുക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് കളയും എന്നുള്ളതാണ് പറയുന്നത്.
അപ്പൊ ക്രിട്ടിക്കലും അർജന്റും ആയിട്ടുള്ള കാര്യങ്ങൾ ഡൂ നൗ, ഉടനെ ചെയ്യുക. ഒരു ഉദാഹരണം, ഹോസ്പിറ്റലിലേക്ക് വിസിറ്റ്, അല്ലെ? നമുക്കൊരു അസുഖം വന്നു, ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ അതിന് നമ്മൾ തന്നെ പോകണം, വേറൊരാൾ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഉടനെ പോകണം, കാരണം അല്ലെങ്കിൽ നമ്മുടെ അസുഖം കൂടും. അതുപോലെ ഓഫീസിലാണെങ്കിൽ നമ്മൾ അപ്രൂവ് ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് ഉണ്ട്, അതല്ലെങ്കിൽ നമ്മൾ പൂർത്തിയാക്കേണ്ട ഒരു ജോലി ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളത് പിന്നീടത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല, അപ്പോൾ തന്നെ ചെയ്യുക. അതാണ് ഒന്നാമത്തെ ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? സർ, ആ, പറയൂ മാം. Yes. ഇത് വന്നിട്ട് നമ്മള് മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റില്ല, ഈ ഓർഡറിൽ തന്നെ സീക്വൻഷ്യലായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതല്ലേ? അങ്ങനെയല്ല, നമ്മൾ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കി നമ്മൾ സിംഗിൾ ടാസ്ക് ചെയ്യുക. അപ്പൊ സിംഗിൾ ടാസ്ക് Okay. ചെയ്യുമ്പോൾ നമുക്ക് സമയം ആവശ്യത്തിൽ അത്രയും കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ആകുമ്പോൾ Okay. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? പ്രയോറിറ്റൈസ്. ഓക്കെ അതെ. ഓക്കെ. അതല്ലെങ്കിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ പണി തീരില്ല. തീരില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അതിനായിട്ട് എങ്ങനെയാണ് നമ്മുടെ ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? അത് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അത് എത്രത്തോളം ക്രിട്ടിക്കൽ ആണ്, എത്രത്തോളം അർജന്റ് ആണ് നോക്കിയിട്ടാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒന്നാമത് വരുന്നതാണ് ക്രിട്ടിക്കൽ ആൻഡ് അർജന്റ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉടനെ ചെയ്തേക്കുക, ആലോചിച്ച് നിൽക്കരുത്. ഓക്കെ. രണ്ടാമത് വരുന്നതാണ് ക്രിട്ടിക്കൽ ആണ് പക്ഷെ അത്ര അർജന്റ് അല്ല. ഉദാഹരണം, നമുക്ക് കറണ്ട് ബില്ല് വന്നു, കറണ്ട് ബില്ല് അടക്കാൻ 31-ാം തീയതി വരെ സമയമുണ്ട്. അതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്ക് മാത്രമേ കറണ്ട് ബില്ല് പേ ചെയ്യാൻ അറിയുള്ളൂ. പക്ഷേ നമുക്ക് 31-ാം തീയതി വരെ സമയമുണ്ട്, ഇപ്പൊ തന്നെ ചെയ്യണമെന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങളെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുക, വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുക. ഇപ്പൊ ഒരു ഓഫീസിലുള്ള ഒരു ടാസ്ക് ആണ്, അത് അടുത്ത ആഴ്ച കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു ടാസ്ക് നമ്മൾ ഇന്ന് ചെയ്യരുത്, കാരണം ഇന്ന് നമുക്ക് ചെയ്യാനായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്യരുത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പലപ്പോഴും പറ്റുന്നത് നമുക്ക് ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമേ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് അത്ര അത്യാവശ്യമൊന്നും ആയിരിക്കില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ അതിന് കുറേ സമയം കളയും, അല്ലെ? അങ്ങനെ ചെയ്യുന്നവരില്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ആയതുകൊണ്ട് അത്യാവശ്യമില്ലാത്ത ജോലികൾ കളഞ്ഞ് ചെയ്ത് കുറേ സമയം കളഞ്ഞ്, എന്നാൽ നമുക്ക് അത്യാവശ്യമുള്ള ജോലികൾ അവിടെ കിടക്കുകയും ചെയ്യും, അല്ലേ? അതെ. ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ സ്കെഡ്യൂൾ ചെയ്ത ടാസ്ക്, അതായത് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ച ടാസ്ക് നമ്മൾ എന്നും മാറ്റി വെക്കാൻ പാടില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പം അത് ക്വാഡ്രന്റ് 1-ൽ വരും. ഞാനൊരു ഉദാഹരണം പറയാം. അൻസാർ സാറിന് ഇനി എന്നാ മോർണിംഗ് സർക്കിൾ സെഷൻ ഉള്ളത്? ഇല്ല, ഈ മാസം എടുത്തിട്ടില്ല. എന്നാ നമുക്ക് ഒരു 25-ാം തീയതി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഓക്കെ. നമുക്ക് അങ്ങനെ ഒരു അസംഷനിൽ പോവാം. അപ്പൊ 25-ാം തീയതിയാണ് മോർണിംഗ് സർക്കിൾ അൻസാർ സാറിന്റെ സെഷൻ. സാറിന് ഒരു 3 ദിവസം വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു 4 ദിവസം ബഫറായിട്ട് ആഡ് ചെയ്യാം. അപ്പം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ, അങ്ങനെയല്ല, നമുക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ മൊത്തം 7 ദിവസം വേണം സാറിന് സെഷൻ എടുക്കാനായിട്ട്, അല്ലേ? സെഷന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം 18-ാം തീയതി തുടങ്ങിയാൽ 25-ാം തീയതി ആകുമ്പോഴേക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നാണ് ഇപ്പൊ സാർ ആ ഒരു ടാസ്കിനെ പറ്റി ചിന്തിക്കുന്നതെങ്കിൽ അത് ഏത് ക്വാർട്ടറിലാണ് വരിക? നമ്മ ഷെഡ്യൂൾഡിലിടും. അതെ, 2-ല്. കാരണം 15-ാം തീയതി, ഇന്ന് 16-അല്ലേ ആയിട്ടുള്ളൂ, 2 ദിവസം കൂടെ ഉണ്ട്. 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ 18-ാം തീയതി നോക്കുമ്പോൾ എവിടെയാണ് അത് വരിക? 18-ാം തീയതി ആകുമ്പോൾ അത് ക്രിട്ടിക്കലും അർജന്റുമായി 1-ൽ വന്നു, അല്ലേ? അപ്പൊ നമ്മളത് ഷെഡ്യൂൾ ചെയ്യാൻ പാടില്ല. അതെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ സ്കെഡ്യൂൾ ചെയ്യാൻ പാടില്ല, അപ്പൊ നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ സ്കെഡ്യൂളിൽ വരുന്ന കാര്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് 1-ൽ വന്ന് ഡൂ നൗ ആവും. അപ്പൊ നമ്മളത് ചെയ്യണം, അതിനെ പിന്നെ നമ്മൾ സ്കെഡ്യൂൾ ചെയ്യാൻ പാടില്ല. അപ്പൊ അതാണ് ക്രിട്ടിക്കൽ ലെസ് അർജന്റ് എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തേതാണ് അർജന്റ് ബട്ട് ലെസ് ക്രിട്ടിക്കൽ. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അവർക്ക് ചായ കൊടുക്കാൻ പാല് വേണം. നമ്മൾ സാധാരണ എന്താ ചെയ്യാ? കുട്ടികളെ ആർക്കെങ്കിലും, അതെ, കുട്ടികളെ വിടും. അത് എന്തുകൊണ്ടാണ്? നമ്മൾ അത് ഡെലിഗേറ്റ് ചെയ്തു, അല്ലെ? അത് അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഉടനെ പാല് കിട്ടണം, കാരണം ഗസ്റ്റ് പോകുന്നതിന് മുമ്പ് ചായ കൊടുക്കണല്ലോ. പക്ഷെ ക്രിട്ടിക്കൽ അല്ല, നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല, വേറൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പൊ ഓഫീസിലാണെങ്കിൽ ഒരു മീറ്റിംഗ് സെറ്റപ്പ് ചെയ്യാൻ ജൂനിയർ ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിച്ചാൽ മതി.
അപ്പൊ അതിനെയാണ് നമ്മൾ അർജന്റ് ആണ് പക്ഷെ ക്രിട്ടിക്കൽ അല്ലാത്ത ടാസ്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ചെയ്യാൻ പാടില്ല, വേറൊരാളെ അത് ഏൽപ്പിക്കണം. നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള അത്ര സ്കിൽഡ് ഒന്നും ആവശ്യമില്ലാത്ത ടാസ്കുകളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ആർക്കും ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അതാണ് മൂന്നാമത്തത്. ഇനി നാലാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഒരുപാട് സമയം പോകുന്നത് ഈ 4-ലാണ്. അതായത് അർജന്റും അല്ല ക്രിട്ടിക്കലും അല്ല. ഓക്കെ, നമുക്ക് അത് ചെയ്യണമെന്നില്ല, ചെയ്തുകൊണ്ട് ഒരാൾക്കും ഒരു ഉപകാരവും ഇല്ല. അത് ഉടനെ ചെയ്യണം എന്നൊന്നുമില്ല, എന്നാലും പക്ഷെ നമ്മളത് ചെയ്യും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മൂവി ഇറങ്ങി, ആ മൂവിയിലെ നായകനെ നമുക്ക് ഇഷ്ടമില്ല, അതിന്റെ കഥ ഇഷ്ടമല്ല, ഡയറക്ടറുടെ മൂവി ഇഷ്ടമില്ല, ഒന്നുമില്ല, എന്നാലും നമ്മൾ ചുമ്മാ ഇരുന്ന് കാണുക. അതാണ് ഈ 4-ൽ വരുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. നമ്മൾ ഒരിക്കലും അത് ചെയ്യാനായിട്ട് പോകരുത്. കാരണം നമ്മൾ വെറുതെ വേറെ ഏതെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട എനർജിയാണ് നമ്മൾ ഇവിടെ കളയുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. ഞാനൊരു ഉദാഹരണം കൂടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എപ്പോഴും സംഭവിക്കുന്നതാണ് ഈ ഫർണിച്ചർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റിയിടുന്നത്. ഒരു മാസം സോഫ ലെഫ്റ്റ് സൈഡിലും ടീപ്പോയി റൈറ്റ് സൈഡിലും ആയിരിക്കും. അടുത്ത മാസം ആകുമ്പോൾ പറയും നമുക്ക് തിരിച്ചിടാം. ഞാൻ ചുമ്മാ ഒരു പെട്ടെന്ന് ഓർമ്മ വന്നപ്പെട്ടതാണ്. ഒഫെൻസീവ് ആയിരിക്കും ചിലപ്പോൾ ചിലർക്കൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഒരു വാല്യൂ ഒന്നും കിട്ടാത്ത, നമുക്കൊന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നമുക്കൊരു സന്തോഷമോ ഒന്നുമില്ല, നമ്മുടെ സമയം കളയുക മാത്രം ചെയ്യുന്ന ടാസ്കുകളെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. ഒരിക്കലും ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. പറയൂ മാം. അല്ലേ, ആ 4th ക്വാഡ്രന്റില് സർ കംപ്ലീറ്റിംഗ് എ ടാസ്ക് ഇൻ ഓഫീസ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം കൊണ്ട് അവിടെ ഇട്ടു സർ. കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ ഓഫീസ് വിത്ത് നോ വാല്യൂ. ഓക്കെ, വിത്ത് നോ വാല്യൂ, ഇറ്റ്സ് എ കണ്ടിന്യൂറ്റി. ഓക്കെ സർ. അതെ, അതായത് നമ്മളോട് നമ്മുടെ ഒരു മാനേജർ പറയണം ഒരു റിപ്പോർട്ട് ജനറേറ്റ് ഉണ്ടാക്കണം. ആ റിപ്പോർട്ട് ആരാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അറിയില്ല ആൾക്ക്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് വെച്ചാൽ അതൊന്നും അറിയില്ല. അപ്പം പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ലാത്തൊരു കാര്യം, അതോടെ ഒരു എക്സ്ട്രാ സ്പേസ് വന്നെന്ന് തോന്നുന്നു. അപ്പൊ പ്രത്യേകിച്ച് ഒരു വാല്യൂ ഒന്നും ഇല്ലാത്തൊരു ടാസ്ക് ആണെങ്കിൽ നമ്മളത് ചെയ്യാൻ പോകരുത്, അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മുടെ ടാസ്കിനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചിന്തിച്ചാൽ മതി, ഏതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വരുന്നത്. ഒരു 2 മിനിറ്റ് ചിന്തിക്കുക, അതിനുശേഷം മാത്രം ആ ഒരു കാര്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ നമ്മൾ സത്യത്തിൽ മൾട്ടി ടാസ്കിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, ഇപ്പൊ ഞാൻ മേളിൽ ടാസ്ക് എയും ടാസ്ക് ബിയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ ബ്രെയിൻ അതിനെ അങ്ങനെയല്ല എടുക്കുന്നത്. ബ്രെയിൻ അതിനെ സ്വിച്ച് ചെയ്യാണ്. ആദ്യം ഒരു മിനിറ്റ് എ ചെയ്യുന്നു, പിന്നെ അടുത്ത 1 മിനിറ്റ് ബി ചെയ്യുന്നു, പിന്നീട് എ ചെയ്യുന്നു, പിന്നെ ബി ചെയ്യുന്നു. അപ്പൊ ഇത് നമുക്ക് നല്ലപോലെ ബ്രെയിനിന് നല്ലപോലെ സ്ട്രെസ് ഉണ്ടാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി, പ്രത്യേകിച്ചും സ്കിൽ ആവശ്യമുള്ള, നമ്മുടെ ഫോക്കസ് ആവശ്യമുള്ള കാര്യങ്ങളിൽ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക. പരമാവധി ഒരു ടാസ്കിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക വഴി നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും. അപ്പം ശ്രദ്ധ വേണ്ട കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും, എന്നാൽ ശ്രദ്ധ വേണ്ടാത്ത കാര്യങ്ങളെ അതേ രീതിയിൽ പരിഗണിക്കാനൊക്കെ നമുക്ക് പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് സമയം കിട്ടും. ദിവസം തീരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത്, ഇന്നത്തെ ദിവസം മുഴുവൻ തീർന്നു പോയി, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരാനുള്ള ആ ഒരു സാധ്യതയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാം. താങ്ക് യു. മൾട്ടി ടാസ്കിങ്ങിന്റെയും സിംഗിൾ ടാസ്കിങ്ങിന്റെയും സയന്റിഫിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഒത്തിരി പ്രയോജനപ്പെട്ടു കേട്ടോ. പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം, ഒന്നിൽ കൂടുതൽ കാര്യം ചെയ്യുമ്പം ഫോക്കസ് വേണ്ടത് കൊണ്ട് ചിലപ്പോൾ അത് ഫ്രസ്ട്രേറ്റഡ് ആവും. പക്ഷെ എനിക്ക് ചില സമയത്ത് നമ്മൾ പാസീവായിട്ട് എന്തെങ്കിലും കേൾക്കാനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് കേട്ടോണ്ട് നമുക്ക് അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്യാം, പത്രം വായിക്കുകയോ ഒക്കെ ചെയ്യാം, വെറുതെ പാസീവായിട്ട് കേൾക്കാണ്. അതേസമയം ഇച്ചിരി ശ്രദ്ധ വേണം. ഇപ്പൊ നമ്മൾ ക്ലാസ് കേട്ടിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലും നോട്ടൊക്കെ എഴുതണം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ കേട്ടോണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അന്നേരം അത് യു ഹാവ് ടു പേ അറ്റൻഷൻ ടു ദാറ്റ്. സോ
അങ്ങനെയുള്ള കാര്യങ്ങൾ ഐ ഡോണ്ട് വാച്ച് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഐ ട്രൈ ടു വെയിറ്റ് ആൻഡ് ടേക്ക് ടൈം, ബിക്കോസ് എന്നുള്ളിൽ നമുക്ക് നോട്ട് എഴുതാൻ പറ്റത്തുള്ളൂ, ഫോക്കസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അല്ലെ ബാക്ക് അടിച്ച് പിന്നെയും കേൾക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കും. കാരണം ശ്രദ്ധ അവിടെ ഇല്ല. അപ്പൊ അതിന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, നമ്മളൊരു സാധനം ഇപ്പൊ ഒരു താക്കോല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, അത് ഓർത്തിരിക്കണം പിന്നീട്. പക്ഷെ അത് വെക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയും, ഇത് ഞാൻ ഇവിടെ വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ പിന്നീട് അത് ഓർത്തെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധ പോവില്ല. അത് അവിടെ ഞാൻ ഇന്നിടത്താണ് അത് വെച്ച് അന്നേരം ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്നുള്ളൊരു കാര്യം മനസ്സിൽ വരും. എനിവേ, ഈ നമ്മുടെ സ്ക്രോളിങ് ഇപ്പൊ പറഞ്ഞ നമ്പർ, നമ്മുടെ ക്വാഡ്രൻസ് പറഞ്ഞില്ലേ 1 2 3 4-നകത്ത്. അപ്പൊ അതിനകത്ത് 4-ലാന്ന് തോന്നി നമ്മുടെ ഈ എക്സസീവായിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്. ശരിക്കും ഇത് സ്ക്രോൾ ചെയ്ത് പോകാൻ റീൽസ് കാണുന്നവർ കുറെ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറേയേറെ സമയം പോകും. മേ ബി ദേ എൻജോയ് ഇറ്റ്, പക്ഷെ കുറച്ച് സമയം ഓക്കെ. പക്ഷെ എക്സസീവായിട്ട് അങ്ങനെ കാണുവാണെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് അത് അങ്ങനെയുള്ളത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് തന്നെ ആയിരിക്കുമല്ലോ നല്ലത്. എനിവേ, വളരെ വാല്യുബിൾ ആയിരുന്നു. കുറച്ച് നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാനും. ആദ്യത്തെ എക്സസൈസ് ചെയ്തത് കേട്ടോ, ആദ്യം എഴുതിയപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തെ കാര്യം പറഞ്ഞു അത് രണ്ടാമത് ചെയ്തപ്പോഴത്തേന് നമുക്ക് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നുന്നു. നമ്മൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റേത് എഴുതുമ്പോഴത്തേനെ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. എനിവേ, ഇറ്റ് വാസ് വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച് റാം സർ. താങ്ക് യു സൂസൻ മാം. ഗുഡ് മോർണിംഗ് റാം സർ. ഗുഡ് മോർണിംഗ് ബോബി മാം. ആദ്യം സോറി കേട്ടോ, ഞാനുണ്ടല്ലോ ഇന്നലെ സാറിന്റെ മെസ്സേജ് ഒക്കെ കണ്ട് പേപ്പറും പെന്നും ഒക്കെ എടുത്തു വെച്ചാണ് കിടന്നത്. പക്ഷെ കിടന്നത് കുറെ ലേറ്റ് ആയിട്ടായിരുന്നു, കുറെ അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നേ. ഞാൻ അലാം ഒക്കെ വെച്ചിട്ട് കിടന്നു, പക്ഷെ ഒന്നും അറിഞ്ഞില്ല. ഞാൻ എഴുന്നേറ്റപ്പോ 5:45. അപ്പൊ ഭയങ്കര വിഷമായി പോയി. കുഴപ്പമില്ല, ഞാൻ റെക്കോർഡ് കേൾക്കാട്ടോ സാറേ. എന്നാലും ലാസ്റ്റ് കേട്ട ഭാഗമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പ്രത്യേകിച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ ഓരോ, എനിക്ക് എപ്പോഴും സംഭവിക്കാറുണ്ട്, ഞാൻ ചിലപ്പോ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഓർഡർ ആക്കാതെ ചെയ്യുമ്പോൾ നമ്മുടെ കുറെ ടൈം വേസ്റ്റ് ആവും. ഒരിക്കലും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അങ്ങനെയൊന്നും സമയം കളയാറില്ല. എങ്കിലും സാർ പറഞ്ഞു തന്ന ഈ ക്ലാസ്സിന് എനിക്ക് മനസ്സിലായ കുറെ കാര്യം എനിക്ക്, അതായത് നമ്മള് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഡെലിഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അതൊക്കെ വളരെ, അതായത് ചിലപ്പോൾ പോലും നമ്മൾ അറിയാതെ നമ്മൾ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഈ കറണ്ട് ബില്ല് അടയ്ക്കുന്ന കാര്യമൊക്കെ സാർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോഴൊക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ അടയ്ക്കാന്നൊക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഡേറ്റ് കഴിഞ്ഞു പോകുന്ന അറിയില്ല, ശ്രദ്ധിക്കാതെ പോകും. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ യൂസ്ഫുൾ ആയ ക്ലാസ് ആയിരുന്നു കേട്ടോ സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇനി റെക്കോർഡ് കേട്ടിട്ട് ഞാൻ സാറിന് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ബോബി മാം. റാവ് സർ, വണ്ടർഫുള്ളി ചന്ദ്രൻ. പ്രസന്റഡ് സർ. നമ്മുടെ ഈ 22 ബാച്ചിന്റെ ഒരു കൊലീഗ് ആയതുകൊണ്ട് എക്സ്ട്രീംലി വെൽ പ്രസന്റഡ് സെഷൻ ആയിരുന്നു. ആൻഡ് മൾട്ടി ടാസ്കിങ് നമ്മളെല്ലാവരും നോർമലി ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് ഞാൻ പുതിയതായിട്ട് ലേൺ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ സ്കിൽ ബേസ്ഡ് ഈ മൾട്ടി ടാസ്കിങ്ങിൽ തന്നെ 2 രീതിയിലുണ്ട്. വൺ ഈസ് വേർ യു കാൺ ഡു മൾട്ടി ടാസ്കിങ്, ദാറ്റ് ഈസ് സ്കിൽ ബേസ്ഡ് ആവുമ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്നുള്ളത് റിയലൈസ് ചെയ്തു. പിന്നെ സാറുടെ പ്രസന്റേഷൻ ഒക്കെ വളരെ നന്നായിരുന്നു. ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തു, ഇന്ററാക്റ്റീവ് ആയിരുന്നു. സോ യു കുഡ് അഡോപ്റ്റ് ഓൾ ദ ട്രെയിനിങ് സെഷൻ റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ കണ്ണ മാമാർ പറഞ്ഞ മാതിരി 2 കാര്യങ്ങൾ. 2 മക്കൾ ഏത് സമയത്തും ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, പണ്ടൊക്കെ പറയും ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ നമ്മളെല്ലാവരും ഇന്ററാക്ട് ചെയ്തിട്ട് വേണമെന്ന്. ഇപ്പോഴത്തെ കുട്ടികള് മൊബൈൽ ഓൺ ചെയ്തിട്ട് അവിടെ TV ഒന്നല്ലെങ്കിൽ മൂവി കാണായിരിക്കും, കാർട്ടൂണോ ഇതൊക്കെയാണ്. അത് അതുകൊണ്ട് ഫുഡ് എന്താ കഴിക്കുന്ന അറിയില്ല, അതിന്റെ ടേസ്റ്റ് അറിയില്ല, എന്താ കഴിച്ചു ചോദിച്ചാൽ അറിയില്ല. സോ ഇത് എല്ലാ വീടുകളിലും ഉണ്ടോ ഇല്ലേ അറിയില്ല. എന്റെ മക്കൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. അഡൾട്ട്സ് ആണ്, അതുകൊണ്ട് നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ട് അവർക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബില്ല് പറയണത് സാർ,
എന്റെ വീട്ടിൽ ഞങ്ങൾ ചാമ്പ്യൻസ് ആണ്, എപ്പോഴും വിത്ത് ഫൈനേ അടയ്ക്കുള്ളൂ. സോ അത് ഞാനിപ്പോ ഇന്ന് സർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിന് വാർണിംഗ് കൊടുക്കാം. മൾട്ടി ടാസ്കിംഗ് ഉണ്ട്, ഹൗ ടു അറേഞ്ച് ദാറ്റ് ക്വാഡ്രന്റ് വേ ഓഫ് എക്സ്പ്ലെയിനിങ് വാസ് വെരി ബ്യൂട്ടിഫുൾ. ദെൻ എനിക്ക് ഫീൽ ചെയ്ത ഞാൻ ഇമ്മീഡിയറ്റ്ലി ലിങ്ക് ചെയ്തു, ദറ്റ് ഈസ് ടു മെനി കുക്സ് സ്പോയിൽ എ ഡിഷ് മാതിരി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫെയിലിയേഴ്സ് ആയിരിക്കും കൂടുതൽ, ഡിസാറ്റിസ്ഫാക്ഷനും സങ്കടമായിരിക്കും കൂടുതൽ. ബിക്കോസ് ചിലപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട വർക്ക്സ് വിട്ടൂന്ന് വരും. സോ വെരി വെരി വെൽ പ്രസന്റഡ് ഇൻഫോർമേറ്റീവ് സെഷൻ സർ. താങ്ക് യു സർ. താങ്ക് യു മാം. അതിന്റെ കൂടെ തന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ, ഞാനും ചെയ്യാറുണ്ടത്, എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഫോണിലേക്ക് നോക്കിയിരിക്കും അല്ലേ. അപ്പോൾ അവർ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടാവും, നമ്മളും ചിലപ്പോൾ അതിൻ്റെ കൂടെ ചിരിക്കും. പക്ഷേ എന്ത് തമാശയാണ് അവർ പറഞ്ഞത് എന്ന് നമ്മൾ എൻജോയ് ചെയ്യാനുണ്ടാവില്ല. പിന്നെ അൻസാർ സാർ പറയുന്ന പോലെ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റുന്നുണ്ടാവില്ല. നമ്മുടെ പകുതി ഫോക്കസ് ഫോണിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലായിരിക്കും. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ പരമാവധി അല്ല അൻസാർ സർ, മൈൻഡ്ഫുൾ ആയിട്ട് കഴിക്കുക, എൻജോയ് ചെയ്ത് കഴിക്കുക. അതിപ്പോൾ ഭക്ഷണം മാത്രമല്ല, എന്ത് ജോലിയാണെങ്കിലും എൻജോയ് ചെയ്ത് കഴിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും. അതേസമയം നമ്മൾ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതും ഇല്ല ഇതും ഇല്ല. എനിക്ക് മറ്റേ തിലകന്റെ ഒരു സീൻ ഓർമ്മ വരുന്നുണ്ട്, തിലകനും രേവതിയുള്ള അല്ലേ, എന്താ പറഞ്ഞേ, കുക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴല്ലേ നിലം തുടക്കാൻ പറഞ്ഞപ്പോഴല്ലേ വാഷ് ചെയ്യാൻ പറഞ്ഞത് എന്ന് അറിയില്ലേ. അവസാനം എൻഡ് ഓഫ് ദ ഡേ ഒന്നും ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല, അവസാനം വല്ല ആപ്പിളും കഴിച്ചിരിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു ചന്ദ്ര മാം. റാവു സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നല്ല സർ. അടിപൊളി സെഷൻ ആയിരുന്നു. ഞാൻ കരുതിയതേ സാർ പറഞ്ഞു വന്നപ്പോ അയ്യോ എന്റെ ബ്രെയിനിന്റെ ഇതായിട്ട് മൊത്തം മെമ്മറി പവർ കുറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ സംഭവം എന്ന് വെച്ചാല്, ഞാനൊക്കെ ആദ്യമൊക്കെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്തൊന്നും നമുക്ക് ഒരാളെ ഫോൺ ചെയ്യാനും കൂടെ പറ്റില്ല. നമ്മ പ്രാക്ടീസ് ആയി വരുന്നല്ലേ ഉള്ളൂ. ഓടിച്ച് നല്ല എക്സ്പീരിയൻസ് ആയി വന്നു. എനിക്ക് തോന്നണേ ഞാനിപ്പോ 12 years ആയി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 6 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മ അത്യാവശ്യം ഒന്ന് വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങിപ്പോകാതിരിക്കാനായിട്ട് ഫ്രണ്ട്സായിട്ട് കോളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയിട്ടാ മൾട്ടി ടാസ്കിങ്. അവിടെ നിന്ന് തുടങ്ങി നമ്മ വണ്ടി ഓടിക്കും, ഫ്രണ്ട്സായിട്ട് കോൾ ചെയ്ത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തും, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് കോൺഫറൻസ് കോളിലൊക്കെ പോകാൻ തുടങ്ങി. ഫുൾ ഹാപ്പി ആയിട്ട് എൻജോയ്, അവിടെ നിന്ന് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു വണ്ടി ഓടിക്കലും. ഫുൾ ഹാപ്പി, എല്ലാ അടിപൊളി ഫ്രണ്ട്സുകള്, നമ്മളതേ വൈബുള്ള ഫ്രണ്ട്സ് കോൾ ചെയ്യുന്നു, കോമഡി അടിച്ച് നമ്മ ഒരുമിച്ചിരുന്ന് വർത്താനം പറയുന്ന അതേപോലെ തന്നെ കോൺഫറൻസ് കോളിൽ ഇരുന്ന് സംസാരിച്ച് ഇങ്ങനെ കമ്പനി അടിച്ച് ഇങ്ങനെ പോകും. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, എന്താണ് ഞാനിങ്ങനെ എന്തായാലും 2 ഇത് സംഭവം ചെയ്യുന്നുണ്ട്, അപ്പൊ എന്തെങ്കിലും ഒന്നും കൂടെ ഒന്ന് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഓരോ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. നമ്മ ഡിഗ്രി പഠിക്കാൻ തുടങ്ങിയത്, ഓൺലൈനായിട്ട് ക്ലാസ് കേൾക്കാൻ തുടങ്ങിയതൊക്കെ അതിനുശേഷമാണ്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പറഞ്ഞ പോലെ നമ്മ ഫുൾ എക്സ്പീരിയൻസ് ആയപ്പോ ഈ പറഞ്ഞ പോലെ ഇത് ശ്രദ്ധിക്കാറില്ല, വണ്ടി ഓടിക്കുകയാണോ എന്നുള്ളത് ശ്രദ്ധിക്കാറില്ല. കറക്റ്റ് ഫോക്കസ് വണ്ടി പോലെ ഉണ്ട്. അത് ഇപ്പൊ എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാല് അത് സെക്കൻഡറി പോലെയാണ്. ക്ലാസ് കേൾക്കലാണ്, അതാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. അപ്പൊ മൾട്ടി ടാസ്കിങ് നല്ല എക്സ്പീരിയൻസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. അത്ര എക്സ്പീരിയൻസ് ആയാല് മാത്രം ഉണ്ടാവും എനിക്ക് അതെ തോന്നിയത്. ഇപ്പൊ അതെ നമ്മള് അറിയാവുന്ന ഈ വെറുതെ ഇരുന്ന ഒറ്റക്കാണ് ഓടിക്കുന്നെങ്കിൽ ഉണ്ടല്ലോ, നമുക്കിപ്പോ ഉറക്കം വരും ഒറ്റക്ക് വെറുതെ ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ. എന്റെ കൂടെ വന്നിട്ടുള്ള ഒരാളാണ് ഫവാസ് സാറ്. ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം വണ്ടിയിൽ വരാൻ ഒരു പൂതിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ രാത്രി നല്ല ലൈറ്റ് ആയിട്ടൊക്കെ വണ്ടി ഓടിക്കുമ്പോഴേ പുള്ളിയും സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്, ഞാനും സൈലന്റ് ആണെങ്കിൽ ഞാൻ നൈസായിട്ട് ഉറങ്ങിപ്പോകും. അല്ല ഇത് നമ്മളെന്തെങ്കിലും ക്ലാസ് കേട്ടോണ്ടിരിക്കുക അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു അറ്റൻഷൻ ഉണ്ടാവും, ഫോക്കസും കിട്ടും കറക്റ്റ് ആയിട്ട്. കുഴപ്പമില്ല, സാറ് എന്തായാലും അടിപൊളി സെഷൻ ആയിരുന്നു. എന്തായാലും കെയർഫുൾ ആയിട്ട് ഇരുന്നോളൂ സർ. അതെ ഓക്കെ, താങ്ക് യു. ഇത് കെയർഫുൾ രണ്ടും ആയിരിക്കണം. മാച്ചിങ് അല്ലാത്തതാണ്. അതാണ് അതെ. മൾട്ടി ടാസ്കിംഗിൽ ഇത് രണ്ടും മാച്ച് ആവില്ല. താങ്ക് യു പിന്നെ ഒന്നും കൂടെ ഉണർത്തിയതിന്. ചില കാര്യങ്ങൾ നമ്മള് അൺകോൺഷ്യസ്ലി ചെയ്തു പോകുന്ന കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ചെയ്ത്
പിന്നീട് അത് നോട്ട് നമുക്ക് കോൺഷ്യസ് വേണ്ടി വരില്ല. ലീവാകും രണ്ടു ഭാഗം അപ്പൊ ഇത് പോയി പിന്നെ വാങ്ങാം. സജന മാം ഒന്ന് മ്യൂട്ട് ആക്കാവോ? റാണി മാമെ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പിന്നീട് നമ്മൾ ഒട്ടും ശ്രദ്ധ കൊടുക്കേണ്ടി വരില്ല. അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഡ്രൈവിങ്ങിന് ശ്രദ്ധ വേണ്ട. ഈ പറഞ്ഞ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് അറിയില്ല സാറ് ഡ്രൈവറാണ്, എക്സ്പേർട്ട് ആണെന്നൊന്നും. അപ്പം അത് അതൊന്ന് ശരിയാട്ടോ. ശ്രദ്ധിക്കുക. ഈ ഡ്രൈവിങ്ങിന്റെ കാര്യത്തിൽ ഒരു എക്സ്പീരിയൻസ് നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. അത് നമ്മൾ തന്നെ ശ്രദ്ധ കൊടുക്കണം. അതെ അത് എത്ര എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ശ്രദ്ധ ഒന്ന് ജസ്റ്റ് പാളിപ്പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു. ഒരുപാട് എക്സ്പീരിയൻസ് ഡ്രൈവർമാര് വേറെ എന്റെ അനുഭവത്തിലുണ്ട് ഇതുപോലെ തന്നെ. പക്ഷെ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നതാണ് കൂടുതലും അപകടം വരുന്നത്. ഉറക്കമാണ്. പിന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുക. ഇപ്പൊ കുറെ വലിയൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഇഷ്ടം പോലെ കൂടുതലാണ്. ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വണ്ടി ഓടിക്കണം. അതിലേക്കാണ് കൂടുതൽ ആക്സിഡന്റ്സ് വരുന്നത്. ഇപ്പൊ എല്ലാവരും എന്തായാലും മുമ്പും എല്ലാവരും പാട്ടൊക്കെ കേട്ട് തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. ഇപ്പൊ നമ്മൾ കാർ ഡ്രൈവ് ആയെങ്കിലും ഇപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് തന്നെയല്ലേ. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് കേട്ടിരിക്കുന്നത്. അത്ര ആ ഒരു ഫീലിൽ തന്നെ ഇരിക്കണുള്ളൂ. അതിൽ ഗൈസ്, മുഴുകരുതെന്ന് അടിപൊളി മാത്രം, ക്ലാസ് വേറെ ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല. താങ്ക് യു ഇല്ല, സർ. ഏറ്റവും അത്രേ ഉള്ളൂ. കൂടുതൽ താങ്ക് യു. അൻസാർ സാർ ഏറ്റവും കൂടുതൽ രണ്ട് സ്ഥലത്താണ് ഇപ്പൊ കേസ് കൂടുതൽ. ഒന്ന് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലും, രണ്ടാമത്തത് ഫാമിലി കോർട്ടാണ്. സോ ഇത് രണ്ടും അവോയ്ഡ് ചെയ്യുക സർ. സാർ താങ്ക് യു പിന്നെ മാം. ഫുൾ മെഡിറ്റേഷൻ ഒക്കെ അല്ലേ, അത് കാരണം പിന്നെ ഫോക്കസ് ഒക്കെ ഉണ്ടാവും. എന്നാലും ടേക്ക് കെയർ, അതെ, ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കണം. എന്നാലും Hello, sir. Thank you so Ah. much for your wonderful session. Actually, it was well structured and very informative, And your real life examples help us to understand why focused work leads to better productivity and mental balance too. And actually, as a special educator, എനിക്ക് ഇത് വേഗം പെട്ടെന്ന് കണക്ട് ചെയ്തത് നമ്മുടെ കുട്ടികളിലാണ്. മീൻസ് ഞാൻ പഠിപ്പിക്കുന്ന LD കുട്ടികളായതുകൊണ്ട് അവരായിട്ട് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റണം. കാരണം അവർക്ക് ഒരു സിംഗിൾ ടാസ്കിങ്ങേ പറ്റൂ. ആ ഒരു അറ്റൻഷനിലോട്ട് എനിക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യും. കാരണം മറ്റു കുട്ടികളെ പോലെ അവർക്ക് അറ്റ് എ ടൈം എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ഏബിൾ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിലോട്ടാണ് ഞാൻ മീൻസ് സാറ് പറയുമ്പോഴെല്ലാം കണക്ട് ചെയ്യാൻ പറ്റിയത്. ആൻഡ് റിയലി ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഐ ഓപ്പണിംഗ് സെഷനും കൂടിയായിരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു ലിഫ്ന മാം. സാർ ആ മെട്രിക്സിന് ഒരു പേരില്ലേ? ഫോർ ക്വാഡ്രന്റ് മെട്രിക്സ്, ക്വാഡ്രന്റിന് ഓർമ്മയില്ല. ഒരു ഐസനോവർ മെട്രിക്സ് അങ്ങനെ എന്തോ പേരുണ്ട്. നോക്കിയിട്ട് പറയൂ. ഐസനോവർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളാണ് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായത്. അങ്ങനെ എന്തോ മുമ്പ്. ആണോ? ഇതിന് പല ഫോർമാറ്റിലും ഞാൻ കണ്ടിട്ടുണ്ട്, പല രീതിയിലും. അതെ, ആ പേര് നോക്കിയിട്ട് പറയാം. ചന്ദ്ര മാം 23rd ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? സാറിന്റെ കൂടെ ഉണ്ട് ചന്ദ്ര മാം? അതെ, 22nd ബാച്ച്. ഓക്കെ, ചന്ദ്ര മാം ഉണ്ട്, സീന മാം ഉണ്ട്. അപ്പൊ മാമിന്റെ സെഷന് നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം അല്ലേ ചന്ദ്ര മാം? ലീഗലി വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ട്രൈ ചെയ്യാം. എനിക്ക് കുറച്ച് ടൈം വേണം. വീട്ടിലത്തെ സിറ്റുവേഷൻസും വെച്ചിട്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഓക്കെ മാം, എന്തായാലും ഒരു സെഷൻ പേജിൽ നമുക്ക് കേട്ടിരിക്കാൻ തന്നെ നല്ല രസം ഉണ്ടാവും. ഹലോ റോസ് സാർ, കേൾക്കണ്ടോ? കേൾക്കാം സീന മാം. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല നമ്മുടെ ട്രെയിനിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല ആക്റ്റീവ് ആക്കി എല്ലാരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ക്ലാസ്. ഉഷാറായിരുന്നു. നല്ലൊരു ടോപ്പിക് കേട്ടോ. അതായത് നമ്മളൊക്കെ കേൾക്കേണ്ട ഒരു ടോപ്പിക് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മൾട്ടി ടാസ്കിങ് കുറഞ്ഞ ഒരാളാണ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഞാൻ എന്താണോ ചെയ്യണത് അതിൽ ഇനിയിപ്പോ ലിഫ്നാമൻ പറഞ്ഞ പോലെ എന്താണ് എനിക്ക് അറിയില്ല, ഞാൻ അങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോഴും പല കാര്യങ്ങളും ഞാൻ അതിൽ ഫുൾ എൻഗേജ്ഡ് ആക്കി. ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളെ കോളേജിൽ നിന്നാണെങ്കിൽ ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഇടയിൽ എന്നോട് ആരെയും വന്ന് ചോദിച്ചാലോ
അല്ലെ വേറെ എന്തേ അങ്ങനെ. അപ്പോൾ ചില കാര്യങ്ങൾ അറിയില്ലെങ്കിൽ അത് പലരും എക്സ്ക്യൂസ് ആയിട്ട് പറയാറുണ്ട്. ടീച്ചറോട് അന്നേരം പറഞ്ഞിരുന്നു, പക്ഷെ ടീച്ചർ വേറെ എന്തോ ഒരു കാര്യത്തിലായിരുന്നു, അതുകൊണ്ടായിരിക്കും എന്ന് പറയും. അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പൊ പക്ഷെ കുറെ കാര്യങ്ങൾ ശരിക്കും കുറച്ചൊക്കെ നമ്മൾ മൾട്ടി ടാസ്കിങ് നല്ലതാണല്ലോ. പക്ഷെ അത് എനിക്കൊരു ലിമിറ്റേഷൻ ആയിട്ട് ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ ഫുൾ എൻഗേജ്ഡ് ആയതുകൊണ്ട് അത് അതിന്റെ വൃത്തിക്ക് കാര്യങ്ങൾ നടക്കും. അത് ഇവിടെ ഹസ്ബൻഡ് മൾട്ടി ടാസ്കിങ്ങാ. അപ്പൊ ഞങ്ങൾ എന്നിട്ട് പല കാര്യങ്ങളും ഒരു എന്താ പറയാ, ഏട്ടൻ്റെത് നല്ലൊരു പെർഫെക്ഷൻ ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ ഞാനിത് ഇങ്ങനെ ചെയ്യുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത് കണ്ടില്ല എന്നാണ്. എന്നോട് പറഞ്ഞു നിനക്ക് ഒരു കാര്യം മാത്രം അത് ചെയ്യുമ്പോ അത് മാത്രല്ലേ ഉള്ളൂ, എനിക്കത് പറ്റില്ല, എനിക്ക് പല കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിലാ പറയാ. അപ്പോൾ ആ ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം അങ്ങനെ ഉണ്ട്. പക്ഷെ അവര് സ്പീഡ് കാര്യങ്ങൾ കുറച്ചുകൂടി ചെയ്യുമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പൊ ശരിക്കും ഇതിന്റെ രണ്ടിന്റെയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് റാവു സാറ് നല്ല രീതിയിൽ തന്നെ, അതായത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ എല്ലാം അതെനിക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നിട്ടോ റാവു സാറെ. അതായത് മോർണിംഗിൽ തന്നെ നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടേ അതിന്റെ ഒരു കറക്റ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. എന്തുകൊണ്ട് ഈ മൾട്ടി ടാസ്കിങ്ങിന്റെ പ്രശ്നം അല്ലെ, അതുപോലെ തന്നെ സിംഗിൾ ടാസ്കിങ് ചെയ്യുമ്പോഴുള്ളതും വളരെ നല്ല ക്ലാസ് കേട്ടോ. നല്ല നല്ല നമുക്ക് ഞങ്ങളെ ബാച്ചിൽ നല്ല അഭിമാനമാണ്. ഓക്കെ, താങ്ക് യു റാവു സാർ. താങ്ക് യു മാം. നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ നല്ല സ്കില്ലായി ആവശ്യമുള്ള കാര്യങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടില്ല. പിന്നെ ഇത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് മാറും. ചില വ്യക്തികൾക്ക് അതിനുള്ള കഴിവുണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്തു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട. പിന്നെ നമ്മൾ വേറൊരാളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ അളക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഓരോ വ്യക്തിയും യുണീക്കാണ്. അതാണ് റിയാലിറ്റി. അതെ. സോ മാം ചെയ്യുന്നത് പെർഫെക്ഷൻ ഞാൻ ഉണ്ടാവും, അങ്ങനെ വേറൊരു തന്നെയാ വ്യക്തി ചെയ്യാറ്. ചെയ്യുന്നത് ചിലപ്പം ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഡിപ്പെൻസ്. താങ്ക്സ് അത് അഗൈൻ മാം. ശരിയാണ്, ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ്. ശരി തന്നെയാണ്. അപ്പൊ ഏതായാലും നല്ല ക്ലാസ്. അപ്പൊ ഞാൻ അങ്ങനെ ചിലതൊക്കെ ഞാനിപ്പോ ഇതിന് മൾട്ടി ടാസ്കിങ് ചെയ്തു നോക്കാറുണ്ട്. കാരണം നമ്മള് വേഗം ഒന്ന് കാര്യങ്ങൾ കഴിയാനൊക്കെ. ഗുഡ് മോർണിംഗ് റോഫ് സർ. ഗുഡ് മോർണിംഗ് നല്ല റാണി ക്ലാസ് മാം. ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്ക് മൾട്ടി ടാസ്കിങ് ഇഷ്ടമുള്ള ഒരാളാട്ടോ. ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് തോന്നുന്നു എപ്പോഴും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ പെയിന്റിങ് അങ്ങനെ ചെയ്യുന്ന പരിപാടിയുണ്ട്. പെയിന്റ് ചെയ്യുമ്പോൾ പാട്ട് കേട്ടില്ലെങ്കിൽ അതിന് എന്തോ ഒരു കുറവുണ്ട് എന്ന് തോന്നാറുണ്ട് എനിക്ക്. ചിലപ്പോ മിക്സ് ചെയ്യുന്നതിലായാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊക്കെ. അതുപോലെ ഈ വല്ലതും എഴുതുന്ന സമയത്താണെങ്കിലും ചെറുതായിട്ടൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു എന്നെ എൻകറേജ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആ പാട്ട് എന്ന് പറയുന്നത്. പല കാര്യത്തിലും ഇപ്പൊ കുക്കിംഗ് ആണെങ്കിലും അടുക്കളയിലാണെങ്കിലും മിക്കവാറും എനിക്ക് തോന്നുന്നു തനിച്ചായത് കൊണ്ടാവാം, ഒരു പ്രസൻസ് പ്രതീക്ഷിക്കണോണ്ടാവാം, ആരുടെയെങ്കിലും ഒരു പ്രസൻസ് ഉള്ളിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നോണ്ടായിരിക്കാം ഒരു പാട്ടായാലും അല്ലെങ്കിൽ എന്തെങ്കിലും കഥകളായാലും എന്തായാലും അത് ഒരു സൗണ്ട് കേട്ടോണ്ടിരുന്നാൽ അത് ചെയ്യാനായിട്ടൊരു ഊർജം ഉണ്ടാവാറുണ്ട് എപ്പോഴും. അപ്പൊ മൾട്ടി ടാസ്കിങ് ഒരു വിധത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. പിന്നെ ഭയങ്കര വലിയ കോംപ്ലിക്കേഷൻ ആയ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പൊ ഒരുപാട് നല്ല ക്ലാസ്. താങ്ക് യു വെരി മച്ച്. രാവിലെ തന്നെ ഇത്ര നല്ല ഊർജം തന്നതിന് താങ്ക് യു സർ. മാം ഇപ്പൊ പറഞ്ഞതിൽ തന്നെ നമുക്ക് പെയർ ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ. കാരണം പെയിന്റിങ്ങിന്റെ കൂടെ പാട്ട് കേൾക്കുകയാണെങ്കിൽ ഫോക്കസ് വേണ്ടത് പെയിന്റിങ്ങിനാണ്, അല്ലെങ്കിൽ എഴുതുമ്പോൾ എഴുതിലേക്കാണ് ഫോക്കസ് വേണ്ടത്. പാട്ടിൽ ഫോക്കസ് കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ പെയിന്റിങ് ചെയ്യുന്ന സമയത്ത് പാട്ടിലേക്ക് ഫോക്കസ് പോവാതെ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ പെയിന്റിങ് കുളമാവും. അതെ അതെ, അതിന് കുഴപ്പമില്ല. കാരണം അതിന് നമ്മൾ ജസ്റ്റ് കേൾക്കുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ബ്രെയിനിന് അത് കേൾക്കാനായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെവി തുറന്നിട്ടാൽ മാത്രം മതി. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ബ്രെയിനിനും നമ്മുടെ ശരീരത്തിനൊക്കെ നമുക്ക് സ്കില്ലെല്ലാം വേണ്ട രണ്ട് കാര്യങ്ങൾ പെയർ ചെയ്യുമ്പോഴാണ് രണ്ടിന്നും റിസൾട്ട് കിട്ടാത്തൊരു അവസ്ഥ വരുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരാളോട് ഫോണിൽ സംസാരിച്ചാൽ കുട്ടി പറയുന്നത് നമ്മൾ കേൾക്കില്ല. അപ്പം പിന്നെ ഇത് നമ്മൾ കുട്ടിയോട് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പം നമ്മൾ ഒന്നുകിൽ ഫോൺ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടിയോട് പറയാം ഞാൻ ഈ ഫോൺ കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയും. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഹലോ, ഗുഡ് മോർണിംഗ് സർ.
ഗുഡ് മോർണിംഗ് ഷജില മാം. ഞാൻ ഫസ്റ്റ് കേട്ട സമയത്ത് മൾട്ടി ടാസ്കിങ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്ന് ഡൗട്ടായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ടൈമിലേക്ക് വന്നപ്പോഴും അതിന്റെ കൃത്യമായിട്ടുള്ള ഈ സയന്റിഫിക് വശങ്ങൾ കൃത്യമായിട്ട് കേട്ടു. കറക്റ്റാണ്. നമുക്കൊക്കെ കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കറക്റ്റ് ഓർഗനൈസ് ചെയ്യാനും പ്ലാൻ ചെയ്തിട്ട് ഏതൊക്കെ എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നും അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് സ്കിൽഡ് ആയിട്ടുള്ള രണ്ട് കാര്യം ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്കതിൽ കറക്റ്റ് ഫോക്കസ് ചെയ്യാനോ കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. പറഞ്ഞ പോലെ അതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വരും. അതേ സ്ഥാനത്ത് നമ്മൾ എടുക്കുന്ന നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു മൾട്ടി ടാസ്ക് ആ ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടതും അല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് അതോടൊപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അതിൻ്റെതായ രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മൾട്ടി ടാസ്കിൻ്റെ ഒരാളാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ നമുക്ക് എപ്പോഴും അങ്ങനെ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. എന്നാലും കൂടുതലും നമ്മൾ ഇതുപോലെ ഓർഗനൈസ് ആയിട്ട് ചെയ്യുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുമ്പോൾ കറക്റ്റ് അത് പറ്റാറുണ്ട്. എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു. നല്ല ടോപ്പിക്കായിരുന്നു. താങ്ക് യു മാം. അതുപോലെ തന്നെയാണ് റാഫ് സാർ പറഞ്ഞ ഡൂ ലിസ്റ്റ് ചെയ്യണത് ശരിക്കും നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. തലേ ദിവസം നമ്മൾ ചെയ്തു വെച്ചാലേ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളും അതെ, അത് കറക്റ്റ്. അത് ഞാൻ ഡെയിലി എത്രയോ ഒരു 4-5 വർഷമായിട്ട് ചെയ്യണ കാര്യമാണ്. അപ്പം നമുക്ക് ഈ ബില്ലിന്റെ കാര്യങ്ങളൊന്നും മറക്കില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനാണ് ഇവിടുത്തെ ഫിനാൻഷ്യൽ അങ്ങനെ മാനേജ് ചെയ്യുക. ഹസ്ബൻഡ് അക്കൗണ്ട്സിലാണ്, അപ്പൊ ഓഫീസ് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ഞാൻ എഴുതി വെക്കണതിനെ കൊണ്ട് അതെനിക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയാറുണ്ട്. നമ്മൾ എഴുതി അത് ഞാൻ എൻ്റെ കുട്ടീനെ ഞാൻ അങ്ങനെ ശീലിപ്പിച്ചതിനെ കൊണ്ട് അവളും അങ്ങനെ തന്നെയാ. അത് എഴുതി വെക്കും. അപ്പൊ പിറ്റേന്നുള്ള ഇമ്പോർട്ടൻസിനനുസരിച്ച് നമുക്ക് ചെയ്യാലോ. അത് കറക്റ്റാണ് കേട്ടോ. അത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന ഒരു എന്താ പറയാ ഒക്കെ മറക്കാതെ ചെയ്യാൻ പറ്റും എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. ഫോളോ ചെയ്താൽ. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ സാറ് ഫസ്റ്റ് പറഞ്ഞ ടാസ്കില് 5 മൃഗങ്ങളുടെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ആനയും സിംഹവും എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ എഴുതിയിട്ടുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എഴുതിയിട്ടുണ്ട്. ആന എഴുതിയിട്ടില്ല. ആനയാണെന്ന് തോന്നുന്നു നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന മൃഗം. ആണോ? അന്ന് എനിക്ക് സിംഹാണ് വന്നത്. അതിനെന്തോ മൈൻഡ് ഉണ്ടോ ആൻസർ സാറേ? അല്ല, പൊതുവെ എല്ലാവരും എഴുതും എലഫന്റ്, ലയൺ. ഫസ്റ്റ് പ്രയോജനം നമ്മൾ അതിലാണ് കൊടുക്കുക. ഫസ്റ്റ് ഫോക്കസ് മൃഗം എന്ന് പറയുമ്പോ ഒറ്റയടിക്ക് കൊടുക്കുന്നത് അതിലേക്കായിരിക്കും. അത് ചോദിച്ചത്. ഞാൻ ലയണ ഓ, ഫസ്റ്റ് ആന അല്ലെങ്കിൽ സിംഹമായിരിക്കും അല്ലേ? എനിക്കൊന്ന് അതിന്റെ വലിപ്പം കൊണ്ടായിരിക്കും. നമ്മുടെ മനസ്സിലത് എന്താ അറിയില്ല. എന്തായാലും എനിക്ക് ആനയും സിംഹവും തന്നെയാ വന്നത് ആദ്യം. പിന്നെ വാഹനത്തിന്റെ പേര് പറഞ്ഞപ്പം ബസ്സും ജീപ്പാ വന്നത്. അങ്ങനെ എഴുതിയില്ലെങ്കിൽ വല്ല സൈക്കോളജി ഉണ്ടോ? അതെ, അതെ, നമ്മളെ സബ് കോൺഷ്യസിലേക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒറ്റയടിക്ക് പറയാൻ പറയുമ്പോ പെട്ടെന്ന് വരുന്നത് ആന, സിംഹം, മൃഗങ്ങളെ പേര് പറയുന്നത്. നമ്മ കളർ പറഞ്ഞപ്പോ റെഡ്, ബ്ലൂ പറയുന്ന പോലെയാണ്. അത് നമ്മ ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. ചിന്തിക്കാൻ എടുക്കുമ്പോഴാണ് പിന്നെ മുയല്, മാന് ഒക്കെ കയറി വരുന്നത്. സാർ ഒരു ഡൗട്ട്. ഈ മൾട്ടി ടാസ്കിങ് ഇപ്പൊ ഒരാൾ തന്നെ പല വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഓരോ ടൈമാണ്. അതിനെ നമ്മൾ മൾട്ടി ടാസ്കിങ് ആയിട്ട് വിളിക്കാൻ പറ്റുമോ? ഇല്ല, അത് സിംഗിൾ ടാസ്ക് സീക്വൻഷ്യൽ ആയിട്ട് ചെയ്യുന്നതല്ലേ. ഞാന് ഒരു ഡയഗ്രാം കാണിച്ചിരുന്നു. അല്ല, നമ്മൾ സാധാരണ സ്ത്രീകൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരാണെന്ന് അഡ്രസ് ചെയ്യാറുണ്ട്. പക്ഷെ മിക്കവാറും സ്ത്രീകൾ എന്റെ അഭിപ്രായത്തില് വളരെ റെയർ ആയിട്ട്. ഓക്കെ, ഇത് കണ്ടില്ലേ? മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഈ ടാസ്ക് എ കഴിഞ്ഞിട്ട് ടാസ്ക് ബി ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചെയ്യുന്നതാണ് മൾട്ടി ടാസ്കിങ്. സിംഗിൾ ടാസ്കിങ് എന്ന് പറയുന്നത് എ കഴിഞ്ഞിട്ടാണ് ബി ചെയ്യുന്നത്. അത് സീക്വൻഷ്യൽ ആണ്. അതിന് നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന് വിളിക്കില്ല. അതായത് കുക്കിംഗ് കഴിഞ്ഞിട്ടായിരിക്കും അയൺ ചെയ്യുന്നത്. അയൺ ചെയ്തതിനു ശേഷമായിരിക്കും
അതെ അതെ. അല്ല അപ്പൊ നമ്മൾ ആ ടേം യൂസ് ചെയ്യുന്നത് തെറ്റാണ് അല്ലേ? അല്ല ഇപ്പൊ വളരെ ചില ആളുകൾ കുക്കിങ്ങിന്റെ ഇടയിൽ ഡിഷസ് വാഷ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ സത്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ മനസ്സിൽ നമ്മുടെ തോട്ട് എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ സത്യത്തിൽ നമ്മൾ അതെ അങ്ങനെയല്ല ചെയ്യുന്നത്. മാം പറഞ്ഞ പോലെ നമ്മളിങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ദാറ്റ്സ് ഓൾ. ബട്ട് അപ്പൊ നമ്മുടെ ആ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും നമ്മൾ ലേഡീസ് മാം സ്കില്ലും അൺസ്കിൽഡും നമുക്ക് ഒന്നിച്ച് ചെയ്യാം. അതെ, ദാറ്റ് ഈസ് റിയൽ ഓക്കെ. മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞത് ഇപ്പം റാണി മാം നേരത്തെ പറഞ്ഞ പോലെ മാം എഴുതുന്ന സമയത്ത് പാട്ട് കേൾക്കുന്നു, അത് രണ്ടും ഒരേ സമയമാണ് ചെയ്യുന്നത്. യെസ് യെസ്. അത് അത് മൾട്ടി ദാറ്റ്സ് ടാസ്കിങ് ഓക്കെ. ആണ്. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ബിക്കോസ് ഓക്കെ. എഴുതാൻ മാത്രം സ്കില്ല് മതി, പാട്ട് കേൾക്കാൻ സ്കില്ലൊന്നും വേണ്ട, ഫോക്കസും വേണ്ട. അത് ഓക്കെയാണ്. പക്ഷേ ഓക്കെ. എഴുത്തും അതുപോലെ ക്ലാസ് കേൾക്കുക, അതായത് ഇപ്പം നമ്മുടെ ട്രെയിനേഴ്സ് പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ ക്ലാസ് കേൾക്കുന്ന സമയത്ത് മാമിന്റെ എന്തെങ്കിലും പെയിന്റ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ അതെ പെയിന്റിങ്ങും അതെ. ശരിയാവില്ല, അതുണ്ടാവും. ക്ലാസ്സിലൊന്നും കിട്ടുകയില്ല. അപ്പൊ അത് ഞാൻ രണ്ടും കുറച്ച് സ്കില്ല് വേണ്ട കാര്യമാണ്, ഫോക്കസ് വേണ്ട കാര്യമാണ്. വേണം വേണം. അത് ഇപ്പൊ നമ്മൾ ഞാൻ ചെയ്യാൻ പാടില്ല. യെസ്, ഈ ട്രെയിനിങ് ചെയ്യുന്ന മോർണിംഗ് സർക്കിളിൽ ചില സമയത്ത് കുക്കിംഗ് ഉണ്ടല്ലോ പറഞ്ഞിട്ട് അങ്ങോട്ട് കേറും. അപ്പൊ ഈ എന്താ ആരെന്ത് പറഞ്ഞു എന്നുള്ളത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സർ. അപ്പോ ഇറ്റ് ഈസ് അതെ, ഡിഫിക്കൾട്ട്. ചില സമയത്ത് ഈ പ്രയോറിറ്റൈസ് ചെയ്ത് പോകുന്നുണ്ട്, ചില ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നില്ല. അത് നമ്മൾ യു റൈറ്റ്. കേൾക്കുന്നുണ്ടാവുക മാത്രമേ ഉള്ളൂ, നമ്മളെ ബ്രെയിനിൽ അത് രജിസ്റ്റർ അതെ അതെ. ആവില്ല. വർക്ക് ചെയ്യുന്നില്ല. ദാറ്റ്സ് ട്രൂ. ഞാനിങ്ങനെ ആലോചിക്കും, അതുകൊണ്ട് ചിലപ്പോ റിവ്യൂസ് എഴുതാനേ പറ്റില്ല. ബിക്കോസ് കിച്ചണിലായിരിക്കും, നാളികേരം ചെറുതായിരിക്കും, ഇങ്ങനെയൊക്കെ ഇടയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധ അവിടെ വേറെ സ്ഥലത്താണ് ഫോക്കസ് ആവുന്നത്. സോ ഇറ്റ് ഹാപ്പൻസ് സർ. ഇപ്പം മൾട്ടി ടാസ്കിങ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. താങ്ക് യു. എനിക്ക് ചിലപ്പോഴൊക്കെ പറ്റുന്നതാണ്, ഞാൻ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റുകൾ വായിക്കുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, കഥകളൊക്കെ. പക്ഷെ അപ്പം ഒരു നോട്ടിഫിക്കേഷൻ വരും ഫോണിൽ, അതിലേക്ക് പോവും, വീണ്ടും വായിക്കും, വീണ്ടും നോട്ടിഫിക്കേഷനിലേക്ക് പോവും. ഒരു 15-20 പ്രാവശ്യം വായിച്ചാലും എന്താ വായിച്ചതെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അതാണ് ശരിക്കും മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. ആരോ പറയാൻ വന്നിരുന്നു. സ്ത്രീകൾ കൂടുതലും മൾട്ടി ടാസ്കിങ് പറയുന്നതേ, അവര് കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് തന്നെ വർക്ക് ചെയ്യും. കുട്ടികളെ ഒക്കത്ത് വെച്ചുകൊണ്ട് തന്നെ കുക്ക് ചെയ്യും, വാഷ് ചെയ്യാനായിട്ടുള്ള ഇത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുവന്നിടാനൊക്കെ പോകും. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും ഈ മൾട്ടി ടാസ്കിങ് കൂടുതൽ സ്ത്രീകൾ ചെയ്യുന്നു പറയുന്നത്. അതെ, ഈ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അത് മൾട്ടി ടാസ്കിങ് ചെയ്താലേ പറ്റത്തുള്ളൂ. കാരണം ഒരു ഡിഷ് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടുത്ത് പിടിക്കാനിരുന്നാല് നെവർ ഗെറ്റ് ഡൺ. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ ഒരേ സമയത്ത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത്, അതെ, പിന്നെ ചില കാര്യം ഉള്ളി പൊളിക്കുമ്പോൾ കുറെ ഒരുമിച്ച് പൊളിച്ചു വെച്ച് കഴിഞ്ഞാൽ പലതിനും ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇറ്റ്സ് പക്ഷെ നെസസറി. പക്ഷേ ഈ ടാസ്ക് നമ്മുടെ ഈ സ്കിൽസ് റിക്വയർഡ് അല്ല. അതിപ്പോ നമ്മള് തുണി മടക്കാനായിട്ട് അല്ല, പ്രത്യേകിച്ച് സ്കില്ലൊന്നും വേണ്ട. അപ്പൊ തുണി മടക്കിക്കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ മൾട്ടി ടാസ്കിങ് ഈസ് റിയലി നെസസറി. പക്ഷെ നമ്മളത് എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. പിന്നെ അതാണ് സജന മാം. മാം ഇപ്പൊ പറഞ്ഞ പോലെ സ്കിൽഡ് ആയി, അതായത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, അത്യാവശ്യം നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു കുക്കാണെങ്കിൽ ഈ മസാലയൊന്നും എത്ര ക്വാണ്ടിറ്റി വേണമെന്നൊന്നും നമുക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം ഇപ്പൊ നേരെ അൻസാർ സാർ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് അധികം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം തനിയെ ഇങ്ങനെ വരും, എത്ര മുളകിടണം, എത്ര ഉപ്പിടണം, നമ്മളവിടെ ചിന്ത കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇടയിൽ വേറെ കാര്യങ്ങൾ ചെയ്താലും പ്രശ്നമില്ല. അതേസമയം പുതിയൊരു കുക്ക്, ഞാനൊക്കെ കുക്കിംഗ് പഠിക്കുന്ന സമയത്ത് സ്പൂൺ അളന്നിട്ടാണ് ഇടുക. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ ചിലപ്പം മുളകിന് പകരം ഉപ്പായിരിക്കും ഇടുന്നത്. അല്ല, എനിക്ക് ഒരു പ്രാവശ്യം പറ്റിയിട്ടുണ്ട്, ഞാൻ ഈ മല്ലിപ്പൊടി ഇടുന്നതിന് അത്രയും തന്നെ ക്വാണ്ടിറ്റി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ ഗരം മസാലക്ക് പകരം ഈ ചാറ്റ് മസാല ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഫോക്കസ് ആവശ്യമുണ്ട്. പക്ഷെ അത് പോകെ നമ്മൾ അതിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ശ്രദ്ധ കൊടുക്കണ്ട, തനിയെ ഇങ്ങനെ വരും, അളവെല്ലാം വരും, നമുക്ക് എന്തെല്ലാം ഇടണം, അതൊക്കെ തനിയെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ നമുക്ക് ഒട്ടും ഫോക്കസ് വേണ്ടാത്ത കാര്യമാണ്. അപ്പൊ അത് അതിന്റെ കൂടെ മറ്റു പ്രവർത്തികൾ ചെയ്യുന്നതിലൊന്നും പ്രശ്നമില്ല. എനിക്ക് അതിലൊരു എക്സ്പീരിയൻസ് ഉള്ളത്, എന്റെ മകള് ഈ പറഞ്ഞ പോലെ
ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ ആദ്യമായിട്ട് കാർ എടുക്കുമ്പോഴത്തേനും ഞാൻ ഓസ്ട്രേലിയയിൽ അവളെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോഴേ അവള് ഡ്രൈവിംഗ് അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അവിടുത്തെ ഡ്രൈവിംഗ് അപ്പൊ അവിടെ ഈ കുറേയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അവിടുത്തെ ഒത്തിരി കുറേയേറെ ലൈൻസും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഇവള് ഡ്രൈവിംഗ് തുടങ്ങിയപ്പോ ഞാൻ കാറിൽ ഇരുന്നപ്പം എന്നോട് ആദ്യമേ പറഞ്ഞമ്മ, അമ്മ ഒന്നും മിണ്ടരുത്, ഞാൻ ഇവിടുന്ന് അവിടം വരെ ചെല്ലുന്നിടം വരെ അമ്മ ഒന്നും മിണ്ടരുത് എന്നും പറഞ്ഞ് വർത്താനം പറയാൻ സമ്മതിക്കരുത്. നമ്മള് സാധാരണ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് അപ്പൊ ഐഫോൺ ഫ്രസ്ട്രേറ്റിംഗ്, ഒന്നും മിണ്ടാൻ പറ്റത്തില്ല, കാരണം ഒന്നും ചോദിക്കാനും പറ്റില്ല, അറിയാതെ നമ്മള് ചോദിച്ചു. അപ്പോഴത്തേനും ഇവളങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആവും. പക്ഷേ ഇപ്പം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് ഇറ്റ്സ് ഫൈൻ, ഷീസ് ഫൈൻ. എവിടെയാണെങ്കിലും ഷീ കൻ ഡ്രൈവ്. അപ്പൊ നമ്മള് ആദ്യമേ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് അതിന് സ്കില്ല് വേണമായിരുന്നല്ലോ. അപ്പം ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണമായിരുന്നല്ലോ. അപ്പോഴത്തേന് ഷീ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട്. ആരെങ്കിലും ശ്രദ്ധിക്കും, ആരെങ്കിലും സംസാരിക്കുമ്പോഴത്തേന് ശ്രദ്ധ പോകും. അപ്പൊ പുള്ളിക്കാരി പിന്നെ വേറൊരു കാര്യമുണ്ട്, നേരത്തെ ഇവിടെ മെൻഷൻ ചെയ്തപോലെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. ഇപ്പൊ ഞങ്ങള് ഇങ്ങനെ തമാശന് അവളുടെ ഹസ്ബൻഡും ഞാനും പറയും OCD എന്ന് പറയും. കാരണം പല കാര്യത്തിനും ഒക്കെ പെർഫെക്ഷനിസം വേണം. അപ്പം മക്കൾ അവളോട് സംസാരിക്കുന്നതിനിടെ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മോള് പറയും ഐ കൻ ഓൺലി ഫോക്കസ് ഓൺ വൺ തിങ്. ഒരാൾ നിർത്തും, മറ്റേയാള് പറയുന്നത് കേട്ടിട്ട് അടുത്ത ആള് പറഞ്ഞാൽ മതിയെന്ന്. അപ്പം ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ ആസ് വെൽ. നേരത്തെ പറഞ്ഞ പോലെ പെർഫെക്ഷനിസം ഉള്ള ആൾക്ക് ആ ഒരു രീതിയിൽ അവർക്ക് അത് ഫോക്കസ് ചെയ്യാൻ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അതാ, അല്ലാത്തവർക്ക് ഈ സ്കിൽസ് അധികം റിക്വയർഡ് ഇറ്റ്സ് അല്ലാത്ത ഓക്കെ. കാര്യങ്ങൾ ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു മാം. സജന മാം, നമുക്ക് ഇനി ആരും ഒന്നും പറയാനില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാല്ലേ? സമയം ഒരുപാടായി, 1 മണിക്കൂറും 7 മിനിറ്റും ആയി വൈൻഡപ്പ് ചെയ്യാം. അല്ലേ? സോ താങ്ക് താങ്ക്സ് യു. എവരി വൺ ഫോർ ജോയിനിങ്. നമുക്ക് അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ട്രെയിനർ വരും. അതുവരെയും ടേക്ക് കെയർ. ബൈ. താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ.